നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. ശിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുന്റെ കുടുംബത്തെ പ്രാദേശിക മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ മാൽപേ ഇന്ന് സന്ദർശിക്കും. കോഴിക്കോട് കണ്ണാടിക്കലിലെ വീട്ടിലെത്തിയാണ് കൂടിക്കാഴ്ച നടത്തുന്നത്. കുടുംബത്തിന്റെ ആവശ്യപ്രകാരം പലതവണ ഗംഗാവലിപ്പുഴയിൽ ഇറങ്ങി മാൽപേ തെരച്ചിൽ നടത്തിയിരുന്നു. ലോറിയിൽ മരം കെട്ടിയ കയറ് ഉൾപ്പെടെയുള്ള ഭാഗങ്ങൾ കണ്ടെത്തിയെങ്കിലും അർജുനെക്കുറിച്ച് സൂചനകൾ ഒന്നും തന്നെ ലഭിച്ചിരുന്നില്ല. കഴിഞ്ഞ വെള്ളിയാഴ്ച പുഴയിൽ ഇറങ്ങിയ ഈശ്വർ മാൽപേക്കും സംഘത്തിനും കാഴ്ചപരിധി പൂജ്യമായതിനാൽ തിരച്ചിൽ അവസാനിപ്പിക്കേണ്ടി വന്നു. ഗോവയിൽ നിന്ന് ഡ്രഞ്ചർ കൊണ്ടുവരാതെ തെരച്ചിൽ സാധ്യമാകില്ല എന്നാണ് വിലയിരുത്തൽ. ഇക്കാര്യത്തിൽ അനിശ്ചിതത്വം തുടരുന്നതിനിടയിലാണ് അർജുന്റെ കുടുംബവുമായുള്ള ഈശ്വർ മാൽപേയുടെ കൂടിക്കാഴ്ച. ഡ്രഞ്ചറിന്റെ ചെലവ് ആരെടുക്കുമെന്നടക്കമുള്ള ചോദ്യങ്ങൾ പലകുറിയാണ് പലരും ചോദിച്ചത്. ശിരൂർ ദൌത്യത്തിന്റെ ഭാവി ഇനി കർണാടക സർക്കാർ തീരുമാനിക്കുമെന്നടക്കമുള്ള റിപ്പോർട്ടുകളും പുറത്തുവരികയാണ്. ഗംഗാവലിപ്പുഴയിൽ വെള്ളത്തിന്റെ ഒഴുക്ക് വർദ്ധിക്കുകയും കലങ്ങുകയും ചെയ്തതോടുകൂടി മുങ്ങിയുള്ള പരിശോധന ദുഷ്കരമാണ്. പുഴയിൽ മണ്ണും കല്ലും അടിഞ്ഞുകൂടിയതിനാൽ ഡ്രഞ്ച് ചെയ്യാതെ തെരച്ചിൽ സാധ്യമാകില്ല എന്നാണ് വിലയിരുത്തൽ. ഇതോടെയാണ് ജില്ലാ ഭരണകൂടം ഗോവയിൽ നിന്ന് ഡ്രഞ്ചർ എത്തുന്നതുവരെ തെരച്ചിൽ നിർത്തിവെക്കാൻ തീരുമാനിച്ചത്. കഴിഞ്ഞ ദിവസം പുഴയിലേക്ക് ഇറങ്ങിയ ഈശ്വർ മാൽപയെ പോലീസ് തടഞ്ഞിരുന്നു. ഇനി ഇറങ്ങുകയാണെങ്കിൽ, അനുമതിയില്ലാതെ ഇറങ്ങുകയാണെങ്കിൽ അറസ്റ്റിലേക്ക് അടക്കം നീങ്ങേണ്ട സാഹചര്യം ഉണ്ടാകുമെന്ന് ഒരു വാർത്ത പുറത്തു വന്നിരുന്നു. എന്തായാലും ഇതൊക്കെ കൂടി പരിഗണിച്ചുകൊണ്ടാണ് എന്താണ് തനിക്ക് അവിടെ നിന്നും ലഭിച്ച വിവരങ്ങൾ, തനിക്ക് മനസ്സിലാക്കാൻ സാധിച്ച വിവരങ്ങൾ എന്തൊക്കെയാണെന്ന് ആ കുടുംബത്തെ നേരിട്ട് ബോധ്യപ്പെടുത്താനായി ഈശ്വർ മാൽപേ ഇന്ന് കോഴിക്കോടേക്ക് എത്തുന്നത്. അദ്ദേഹം കോഴിക്കോട് എത്തിയതിനു ശേഷം എന്താണ് കാര്യങ്ങളെന്ന് പൂർണ്ണമായും വിശദീകരിച്ചതിന് ശേഷമായിരിക്കും തുടർ നടപടികൾ എന്തായിരിക്കുമെന്ന് കണ്ടറിയേണ്ടതുണ്ട്. ശിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനായുള്ള തെരച്ചിൽ ഊർജിതമാക്കുകയാണ്. പക്ഷേ അപ്പോഴും ഈ താൽക്കാലികമായി തെരച്ചിൽ അവസാനിപ്പിച്ചിരിക്കുകയാണ്. ഗോവയിൽ നിന്ന് ട്രഞ്ചർ എത്തുന്നതെന്നാണോ ഇനി അന്നായിരിക്കും ദൌത്യം പുനരാരംഭിക്കുന്നത്. പുഴയ്ക്കടിയിൽ കാഴ്ച പരിമിതി ഉള്ളതിനാലാണ് ഈശ്വർ മാൽപേയും തെരച്ചിലിന് ഇറങ്ങിയില്ല. വെള്ളിയാഴ്ചത്തെ തെരച്ചിലിന് ശേഷം പുഴയ്ക്കടിയിൽ കാഴ്ച പരിമിതി ഉണ്ടെന്ന ദൌത്യസംഘം ജില്ലാ ഭരണകൂടത്തെ അറിയിച്ചിരുന്നു. ശിരൂരിൽ ഇടയ്ക്കിടെ പെയ്യുന്ന മഴയും വെല്ലുവിളിയാണ്. ഇതോടെയാണ് താൽക്കാലികമായി തെരച്ചിൽ അവസാനിപ്പിക്കാൻ തീരുമാനിച്ചത്. ഡ്രഞ്ചർ എത്തിച്ച് പുഴയുടെ അടിത്തട്ടിലെ മണ്ണ് നീക്കം ചെയ്താൽ മാത്രമേ ഇനി തെരച്ചിൽ സാധ്യമാവുകയുള്ളൂ എന്നാണ് ജില്ലാ ഭരണകൂടത്തിന്റെ നിലപാട്. ഗോവയിൽ നിന്ന് നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് ഡ്രഞ്ചർ എത്തിക്കണമെങ്കിൽ കുറഞ്ഞത് ഒരാഴ്ചയെങ്കിലും എടുക്കും. ഈ വിവരം അർജുന്റെ കുടുംബത്തെ അറിയിച്ചിട്ടുണ്ട്. രണ്ടാം ഘട്ട തിരച്ചിലിന്റെ ഭാഗമായി ഈശ്വർ മാൽപേക്കും സംഘത്തിനുമൊപ്പം നാവികസേനയും ഗംഗാവലിപ്പുഴയിൽ ഇറങ്ങി പരിശോധന നടത്തിയിരുന്നു. തെരച്ചിലിൽ ചില ലോഹഭാഗങ്ങൾ കണ്ടെത്തിയെങ്കിലും ഹൈഡ്രോളിക് ജാക്കി മാത്രമായിരുന്നു അർജുന്റെ വാഹനത്തിന്റേത്. അർജുന് പുറമെ പ്രദേശവാസികളായ ലോകേഷ്, ജഗന്നാഥ എന്നിവർ കൂടി കണ്ടെത്താനുണ്ട്.